സംഭവിച്ച കാര്യങ്ങൾ ഒരു കൂട്ടം അഭിഭാഷകരുടെ മുന്നിൽ ആവർത്തിക്കേണ്ടി വന്നപ്പോൾ ഇര തകർന്നുപോയി. 2020 കോടതിയിൽ 15 ദിവസം പോയി. ആ ദിവസങ്ങളിൽ ഓരോ നിമിഷവും താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് തെളിയിക്കേണ്ടി വന്നു. നീതിയുണ്ടായില്ലെന്ന വിലയിരുത്തലിൽ അതിജീവിത. അപ്പീലിൽ നിയമോപദേശം തേടുകയാണ് അതിജീവിത. വിചാരണ കോടതി വിധിയിൽ അതിജീവിത പൂർണ്ണ അസംതൃപ്തിയിലാണ്. നീതി നടപ്പായില്ലെന്ന വിലയിരുത്തലിലാണ് അതിജീവിത. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് തീരുമാനം. വിചാരണ കോടതിക്കെതിരെ ആദ്യം മുതൽ അതിജീവിത കടുത്ത നിലപാടാണ് എടുത്തത്. ആദ്യം മുതൽ അതിജീവിതയും സർക്കാരും അവിശ്വസിക്കുന്ന അപൂർവ നടിയെ ആക്രമിച്ച കേസിലുണ്ടായിരുന്നുവെന്ന് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തു. കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഹണി എം വർഗീസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സർക്കാരും 2 തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയതും അപൂർവതയാണ്. ഒരു ഘട്ടത്തിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നില്ലെന്ന നിലപാടിൽ പോലും നടിയും സർക്കാരും സ്വീകരിച്ചു. അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിച്ചത്. ഇതിനെ ദിലീപ് എതിർക്കുകയും ചെയ്തതാണ്. അപ്പോൾ ശക്തമായ നിലപാട് നടിയെടുത്തു. പിന്നീട് ഇതേ ജഡ്ജിക്കെതിരെ തന്നെ അതിജീവിത നിലപാടെടുക്കുകയും ചെയ്തു. ഇനി അന്തിമവിധി പരിശോധിച്ച് അപ്പീലിന് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുള്ള സാധ്യത അതിജീവിത തേടുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തക ബർഖാദത്തിന് നൽകിയ അഭിമുഖത്തിൽ കോടതിയിൽ വിചാരണയ്ക്കിടെ നേരിടേണ്ടി വന്ന തിക്ത സംഭവങ്ങളെക്കുറിച്ച് അതിജീവിത തുറന്നു പറഞ്ഞിരുന്നു. 2020 കോടതിയിൽ 15 ദിവസം പോയി. ആ ദിവസങ്ങളിൽ ഓരോ നിമിഷവും താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് തെളിയിക്കേണ്ടി വന്നുവെന്നാണ് നടി ബർഖാദത്തിനോട് പറഞ്ഞത്. ഇതേ നിലപാടിൽ തന്നെയാണ് അതിജീവിത ഇപ്പോഴും. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. 6 പ്രതികൾ കുറ്റക്കാരാണ്. കോടതി വിധിക്കുകയും ചെയ്തു. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. ബാക്കി പ്രതികളെയെല്ലാം വെറുതെ വിട്ടു. ഈ വിധിയിൽ അതിജീവിത ഒട്ടും തൃപ്തയല്ല. കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടായിരുന്നു ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. നടിയുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു. അതിജീവിതയുടെ ക്രോസ് വിസ്താരം പല ദിവസങ്ങളിലും വൈകിട്ട് 7 വരെ നീണ്ടു. അതിജീവിതയെ ബുദ്ധിമുട്ടിക്കാൻ 30-ലധികം അഭിഭാഷകരാണ് പങ്കെടുത്തത്. വാദി പ്രതിഭാഗത്തെ ബാലൻസ് ചെയ്യാൻ ജഡ്ജി തയ്യാറാകുന്നില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു. അതിജീവിതയെ പരുക്കനായി വിസ്തരിക്കുന്നത് തടഞ്ഞില്ല. സംഭവിച്ച കാര്യങ്ങൾ ഒരു കൂട്ടം അഭിഭാഷകരുടെ മുന്നിൽ ആവർത്തിക്കേണ്ടി വന്നപ്പോൾ ഇര തകർന്നുപോയി എന്നതും വിവാദമായി. ഈ വാദമുയർത്തി ഹൈക്കോടതിയിലെത്തി. വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയും ആവശ്യം തള്ളി. 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം. ആദ്യം A സുരേഷിനും രണ്ടാമത് VN അനിൽകുമാറുമാണ് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ചത്. കോടതിയുടെ സമീപനത്തിലുള്ള അസംതൃപ്തിയായിരുന്നു ഇരുവരുടെയും രാജിയിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമായി ഉയരുന്നു. വിധിക്കെതിരെ മേൽക്കോടതികളെ സമീപിക്കുമെന്നും സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുമുണ്ട്. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടതായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനമുയർന്നത്. നടിയെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പ്രതിഭാഗത്തിന്റെ കയ്യിലെത്തി എന്നായിരുന്നു വെളിപ്പെടുത്തൽ. മെമ്മറി കാർഡ് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയ ഫോറൻസിക് റിപ്പോർട്ട് ജഡ്ജി 2 വർഷത്തോളം മറച്ചുവെച്ചു എന്നാണ് പിന്നീട് ഉയർന്ന ആരോപണം. ഈ റിപ്പോർട്ട് തനിക്ക് കൂടി നൽകണമെന്ന അതിജീവിതയുടെ ആവശ്യത്തോടും മുഖം തിരിച്ചു. പിന്നീട് ഇതിനായി അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു എന്നതും നാം കണ്ട കാര്യമാണ്. എന്തുതന്നെയായാലും അതിജീവിതയ്ക്ക് അനുഭവിച്ച ഈ മാനസിക പീഡനം കാണാതെ പോകരുത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.